കർത്താവേ, സ്വർഗീയ നല്ല കർത്താവേ, അപ്പാ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. Udaladi Kalabi Dege Siko Rasi Kabara Siandara Laba Udaladi Kalabi Karabara Laba Shantara Laba. In the mighty name of Jesus Christ, with the blood of Jesus Christ, we come to your presence, Daddy. Apange Studikin Apange Martha Peditin, the lifter of our head. I praise you, Daddy. Light of salvation, we praise you, Daddy. Living water, praise you, thank you, Jesus. Lord of heaven, I praise you, thank you, Jesus. The lover of my soul, the maker of miracles, the man of sorrows, the mediator of the new covenant, we praise you, thank you, Jesus. Alaba Shakalaba Reke Rebe Shendaralaba Shantare Rico Rasiandaralaba. The name above all names, I praise you, Papa. Urikalaba Shataralave Shendaro Roko Rasika Bara. The true light, the hold of my soul, the victor of our sin, the voice of my salvation. Alaba, the way of the righteous, we praise you, Papa. You're the way, the truth, and the life, we praise you. Thank you, Jesus, the chief cornerstone, we praise you, Jesus, the compassionate Savior, the creator of new beginnings, the defender of the faithful, the light of my heart. അപ്പാകെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്നത്തെ മീറ്റിംഗിൽ തമ്പുരാന്റെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിന്റെ സ്വർഗീയ കരങ്ങൾ ഞങ്ങളോട് കൂടെയിരുന്ന് അത്ഭുതകരമായ എൻ്റെ കർത്താവ് ഞങ്ങളെ നടത്തിയ ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കൂടാരാധി കാലാബ റബ ശാന്തര റിക്കോ റാസിയാന്തരാലവ ശന്തരെ റിക്കോ റാസിയാന്തരാലവ ശന്തരെ റിക്കോ റാസിയാന്തരോബോ കാലാബ കാശിഖ റബ റിതിക്കെ. ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവെ. ഇന്നത്തെ മീറ്റിംഗ് ശുശ്രൂഷിക്കുന്ന ദേവദാസനെ, അടിയനെ, കുടുംബത്തെ, കടന്നു വരുന്നവരെ എല്ലാം പപ്പാ സ്തോത്രത്തോടെ അപ്പൻ്റെ തൃപ്പാത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവ് എല്ലാവരെയും തുടരണമേ കർത്താവെ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ കർത്താവെ. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കണമേ കർത്താവെ. സൗഖ്യത്തിന്റെ ശക്തി കടന്നു വരുന്നവരുടെ മേൽ വ്യാപരിക്കണമേ കർത്താവെ. അത്ഭുതത്തിന്റെ രാത്രിയാക്കി സ്വർഗത്തിലെ കർത്താവ് മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. അപ്പച്ചാരെല്ലാം ഭാരത്തോടെ പ്രയാസത്തോടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുന്നു അപ്പാ. എൻ്റെ ദൈവത്തിന്റെ അത്ഭുതകരം അവരെ തുടരണമേ അപ്പാ. അത്തരാറബസന്തരെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ കർത്താവെ. തിരക്താ ഞങ്ങളെ മറയ്ക്കണമേ കർത്താവെ. ഞങ്ങളെ കുറിച്ച് മുഴുവനായി അറിയുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുഹിതം ഞങ്ങളെ നിറവേറുമാറാകണം കർത്താവെ. ഉടാലാദി ഖാലാബ ഖറബ ശാന്തര റിഖാ രഗശന്തരെ. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ഉഠാരബ ശാന്തര. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കർത്താവെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നതിനായി സ്തോത്രം. കർത്താവെ, കേൾക്കുന്ന വചനം ഞങ്ങളിൽ 100 മേനി ഫലം കൊണ്ടുവരണമേ. ലെറ്റ് ഇറ്റ് ടച്ച് അവർ സ്പിരിറ്റ് ഡാഡി. ഓ റിഖാലാബ, ഞങ്ങളുടെ ഇന്നർ മാൻ ശക്തി പ്രാപിക്കണം കർത്താവെ. അത്തറാരവ സന്തരെ റിക്കോ രബസന്തരവേ. ഓ ലോകത്തെ ജയിച്ചു നമ്മുടെ വിശ്വാസം തന്നെ, ആഴമേറിയ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. അത്രാരവസന്തരെ. പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ, ആ നിന്ദയുടെ അപമാനങ്ങളുടെ നടുവിൽ തളർന്നു പോകുന്നവരായിട്ടല്ല കർത്താവെ, ജയാളികളായിട്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിലത്ത് ഹല്ലേലൂയ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവെ അത് ഫലം കൊണ്ടിരണേ കർത്താവെ. അനേകർ ഈ ഗൂഗിൾ പ്രെയർ മീറ്റിങ്ങിനകത്തുനിന്ന് എഴുന്നേക്കണമേ കർത്താവിന് വേണ്ടിയിട്ട്. ശക്തമായി കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടണം കർത്താവെ. അത്തരാരവശന്തരെ റിക്കോ റവസന്തരവേ. ഉടമനാദികൂടമനകുടകരകശകരഗതികള മനകാരഗതേ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും സ്തുതി ആരാധനയൊക്കെ അപ്പന് പ്രസാദകരമായി തീരണമേ. സുഗ്രാവ്യ യാഗമായി തീരണമേ കർത്താവേ. അത്തരാരവസന്തരയിലെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചു, ഇനി നടത്തുവാനങ്ങ് മതിയായവനാണല്ലോ കർത്താവേ. അത്തരാരവസന്തരേരിക്കോ ചോദിച്ചു ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നലെ UK യാത്ര ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ തണുപ്പിന്റെ അവസ്ഥയാണല്ലോ ചേച്ചിക്ക്. രോഗത്തിന്റെ ഒരു കർത്താവേ ശാരീരികമായ ഒരു പ്രയാസവും വരാതെ
യഹോവ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അമ്മകളുടെ അസ്വസ്ഥതകളെല്ലാം എൻ്റെ ദൈവം അറിയുന്നു കർത്താവേ. ഉണ്ടായ കുഞ്ഞിൻ്റെ എല്ലാ ജോണ്ടിസിന്റെ അവസ്ഥയും കർത്താവ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. എല്ലാ രോഗികളെയും നിങ്ങൾ ഓർക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹൃദയം നുറങ്ങിയിരിക്കുന്നവർക്ക് അങ്ങ് സമീപസ്ഥനാണല്ലോ അപ്പ. ആരെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അപ്പ? ഹല്ലേലൂയ. അതുപോലെ ഓഫീസിൽ ഹല്ലേലൂയ ചില ഹല്ലേലൂയ ഹയർ അതോറിറ്റീസിൽ നിന്നുള്ള പ്രഷർ കാരണം ഭാരപ്പെടുന്ന സിസ്റ്ററെ തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഡാഡി ഹല്ലേലൂയ. You should change the atmosphere there, Daddy. All else, Daddy. You should open a door for her, Daddy. അത്ഭുത സാക്ഷി ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനായി സ്തോത്രം. അപ്പന്റെ മക്കൾ ഒരു സ്ഥലത്തും തല താഴ്ത്തേണ്ടി വരത്തില്ലല്ലോ അപ്പ. ഹല്ലേലൂയ. We give all our burdens unto you, Daddy. പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തമായി വ്യാപരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഇനി കൂടി വരാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടി വരുത്തുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. May God bless you all. Let God do wonders in your life in this night. Let us worship. Let us sing a song and worship the Lord first. Hallelujah. Rika Rabi Asi Andere Rico Rabi Asi Andere Rebecca Rosi Andaraba. Nanni Nanni en Devame Nanni enne Shubara Nanni Nanni en Devame Nanni enne Shubara നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത അടച്ചുവല്ലോ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപരാ 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 നന്ദി നന്ദി
ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. നമ്മുടെ ആയുസ് മുഴുവനും സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ, എണ്ണമില്ലാത്ത നന്മകളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നേക്കണേ. ഹല്ലേലൂയ. നമ്മുടെ ആയുസ് മുഴുവനും കർത്താവിന്റെ നന്ദി പറഞ്ഞാലും മതിയാവില്ലല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ. ലെറ്റ് us go to the word. നമുക്ക് വചനം ധ്യാനിക്കാം. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ ഞാൻ വേഗം വായിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെ. മൂശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായി ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം. ഹല്ലേലൂയ. For the Holy Spirit will teach you in that very hour what you ought to say. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ, അല്ല നമ്മൾ വചനം പ്രസംഗിക്കുക, അല്ല നമ്മൾ ഒരാളോട് പ്രബോധിപ്പിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ എന്താണ് ആ സമയത്ത് സംസാരിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഓർപ്പിച്ചു തരും. ഹല്ലേലൂയ. അവിടെ കർത്താവിനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. എക്സോഡസ് പുറപ്പാട് പുസ്തകം 3-ന്റെ ഹല്ലേലൂയ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ കർത്താവ് പറയുന്നുണ്ട്, അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. കർത്താവിനെ തന്നെ ഇവിടെ പരിചയപ്പെടുത്തി. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നുള്ളത്. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ മോശ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഐ ആം നോട്ട് എലോക്യൻ. അവിടെ മോശ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു. ഹല്ലേലൂയ. അതിന്റെ എക്സോഡസിന്റെ തന്നെ 4:10 നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഇങ്ങനെ പറയുന്നു, മോശ യഹോവയുടെ, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നുവെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ഹല്ലേലൂയ മോശയെ വിടുകയാണ്. അപ്പൊ മോശ പറയുന്ന കുറെ മുടന്തൻ ന്യായങ്ങളാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരും ഹല്ലേലൂയ പലപ്പോഴും പല കാര്യങ്ങളും കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുന്ന കുറെ ന്യായങ്ങളുണ്ട്, കുറെ എക്സ്ക്യൂസസ് ഉണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ താഴ്മ കാണിക്കാനാണ്. ഹല്ലേലൂയ. പിന്നെ പക്ഷെ കർത്താവ് നോക്കുമ്പോൾ, കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ആ ഫുൾ എബിലിറ്റി എല്ലാം, ആ കൃപ, ശക്തി, ബലം, അതിനുള്ള നോളജ്, എല്ലാ കൃപകളും നമുക്ക് തന്നിട്ടാണ് കർത്താവ് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയണേ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനോടുള്ളൊരു അവിശ്വാസമായിട്ടാണ് കർത്താവ് അവിടെ അതിനെ കാണുന്നത്. ഹല്ലേലൂയ. ഇത് കർത്താവിന് ഇത് കേട്ടപ്പോൾ ഹല്ലേലൂയ കർത്താവ് ശരിക്കും ഹല്ലേലൂയ അവനെ തന്നെ ഫോക്കസ് ചെയ്യാൻ അവൻ മോശയോട് പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സെൽഫിന്ന് നമ്മൾ എന്ത് പറയുന്നുവോ അത് നമ്മുടെ എന്താ പറയുക, നമ്മൾ തന്നെ നെഗറ്റീവ് പറഞ്ഞ് നമ്മുടെ ഫെയ്ത്തിനെ ഹല്ലേലൂയ താഴേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അതുപോലെ മോശയും അതുപോലെ കുറെ നെഗറ്റീവ്സ് സ്വർഗത്തിലെ കർത്താവിനോട് പറഞ്ഞിട്ട് ഹല്ലേലൂയ ആ വിശ്വാസത്തിന്റെ ഹല്ലേലൂയ ആ വിശ്വാസത്തിന്റെ ആ ഹയർ എലത്തിൽ നിന്ന് താഴേക്ക് പോവുകയാണ് മോശ. ഹല്ലേലൂയ.
Whenever God called his people, hallelujah. പലപ്പോഴും നമ്മൾ ബൈബിള് മുഴുവൻ നോക്കുമ്പോൾ കർത്താവ് വിളിച്ച ഓരോരുത്തരും പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ പുറകോട്ട് പോകും. ഹല്ലേലൂയ. അവർ പറയും, കർത്താവേ എനിക്കതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള ബുദ്ധിയില്ല, എനിക്കതിനുള്ള ആരോഗ്യമില്ല, ഹല്ലേലൂയ, എന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇതുപോലൊക്കെ ഞാനും പറഞ്ഞു. എന്നെയും പല ശുശ്രൂഷകളിലേക്ക് വിളിക്കുമ്പോൾ ഞാനും കുറേ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടില്ല, എനിക്കത് ചെയ്യാൻ കഴിയത്തില്ല, എനിക്കതിൽ എക്സ്പീരിയൻസ് ഇല്ല, എനിക്കതിനുള്ള ലാംഗ്വേജ് എബിലിറ്റി ഇല്ല, ഒക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരും. കർത്താവ് പറഞ്ഞു, യു can't do anything without me. കർത്താവ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കൊണ്ടുവരാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ കർത്താവിനോട് വസിക്കാതെ കർത്താവിലൂടെ, ഹല്ലേലൂയ, നമ്മളിലൂടെ കർത്താവിന് ഒന്നും ചെയ്തെടുക്കാൻ കഴിയത്തില്ല, നമുക്കും കർത്താവിലൂടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവിടെ സ്ട്രോങ് ആയിട്ടൊരു ബന്ധമാണ് നമുക്ക് കാണുന്നത്. ഇഫ് യു അബൈഡ് ഇൻ മീ, നീ എന്നിൽ വസിച്ചാൽ, if the word abide in you, നമ്മൾ വചനത്തിൽ വസിച്ചാൽ, ഹല്ലേലൂയ, അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, I can do all things through Christ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയായവനാകുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം യെരമ്യാവിനെ വിളിച്ചപ്പം, when God called Jeremiah as prophet to the nation, നേഷൻസിന്, രാജ്യങ്ങൾക്ക്, ഹല്ലേലൂയ, പ്രവാചകനായിട്ട് യെരമ്യാവിനെ വിളിക്കുമ്പം യെരമ്യാവ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം, ഹല്ലേലൂയ, 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ, ഹല്ലേലൂയ, 6-7 വാക്യങ്ങൾ നമ്മൾ കാണാം. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ താഴത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം, പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കുറെ അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പടിവാനും നടുവാനും ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ പറയുന്നു. ഹല്ലേലൂയ. അപ്രകാരം, ഹല്ലേലൂയ, നമ്മുടെ മേലും, ഹല്ലേലൂയ, കർത്താവ് വലിയ വലിയ കൃപകൾ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ പുതിയ ഉടമ്പടിയുടെ മക്കളാണ്. We are the sons of hallelujah God. നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. നമുക്ക് അധികാരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ പോരായ്മകളും, നമ്മുടെ എന്താ പറയാ, നമ്മുടെ വീക്ക്നെസ്സും, നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ എല്ലാ പോരായ്മകളും, നമ്മുടെ വീക്ക്നെസ്സും, നമ്മുടെ കഴിവില്ലായ്മയും, നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ സ്വഭാവം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ വയൽപ്രദേശത്തേക്ക് നമ്മളെ വിളിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയാൻ പോണേന്നുള്ളത് പോലും കർത്താവിന് നല്ലതായിട്ട് അറിയാം. ഹല്ലേലൂയ. So don't say anything against what God, hallelujah, commands us. Hallelujah. കർത്താവ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിനെതിരായിട്ട് ഒന്നും പറയരുത്. Just obey what God says. കർത്താവ് നമ്മളോട് എന്നാ പറയണേ അത് നമ്മൾ അനുസരിക്കുക. Hallelujah. അതും ഒരു കാര്യമുണ്ട്, നമുക്കൊരിക്കലും, ഹല്ലേലൂയ, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ എബിലിറ്റി കൊണ്ടോ, ഹല്ലേലൂയ, നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധരായി തീർന്നത് കാൽവരി ക്രൂശിൽ കർത്താവ് യേശുക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് തന്ന
ആ ശുദ്ധീകരണമാണ്, ആ വിശുദ്ധീകരണമാണ്. ഹല്ലേലൂയ. We are righteous because of the God's righteousness. യേശുക്രിസ്തു നേടിത്തന്ന നീതീകരണത്തിലൂടെയാണ് നമ്മൾ നീതിമാന്മാരായി തീർന്നത്. നമ്മുടെ കഴിവുകൊണ്ടോ ബുദ്ധിയുണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ദൈവമക്കളെ. നമ്മൾ ഹല്ലേലൂയ പുതിയ നിയമത്തിന്റെ മക്കളാണ്, നമ്മളെ പുത്രന്മാരായി കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്കിനി ആ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട് ആ വചനം നമ്മളിൽ, ഹല്ലേലൂയ, നമ്മൾ ആ വചനപ്രകാരം മുന്നോട്ട് പോയി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാതെ നമുക്ക് കർത്താവിന്റെ ഒരു കാര്യവും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 48 അധ്യായത്തിന്റെ 4 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഐസയ്യാ 48 അതിന്റെ 4 വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ കഠിനനെന്നും നിന്റെ കഴുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിയുകൊണ്ട്. ഹല്ലേലൂയ. അതിന്റെ തന്നെ 8 തൊട്ട് 11 വരെ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ കേൾക്കുകയും അറിയുകയും നിന്റെ ചെവി അന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നീ വളരെ ദ്രോഹം ചെയ്തു. ഗർഭം മുതൽ വിശ്വാസ വഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ നാമനിമിത്തം ഞാൻ എൻ്റെ കോപത്തെ താമസിപ്പിക്കും. നിന്നെ സംഹരിക്കേണ്ടത് എൻ്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളിയെ പോലെ അല്ലതാ, ഞാൻ നിന്നെ കഷ്ടതയിൽ ചൂളയിലാക്കുന്നു, ശോധന കഴിക്കുന്നു. ഹല്ലേലൂയ. 8 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിന്റെ കമാൻഡ്സ് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെ, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, ഹല്ലേലൂയ, കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തില്ല എങ്കിൽ, കർത്താവിന്റെ വഴിയിൽ നമ്മൾ പോയില്ല എങ്കിൽ, ചില പ്രതികൂലങ്ങൾ, ചില പ്രയാസങ്ങൾ, വേദനകളിലൂടെ കർത്താവ് തിരിച്ച് ആ ബ്ലൂ പ്രിന്റിലേക്ക് നമ്മളെ കൊണ്ടുവരും ദൈവമക്കളെ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഇറ്റ്സ് ബെറ്റർ യു ഒബേ ദ കമാൻഡ്മെന്റ്സ് ടു ഒബേ ദ ഗോഡ്. Hallelujah. If you love the Lord, അങ്ങനെയാണ് പുതിയ വർഷം, പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നത് നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ന്യായീകരണങ്ങൾ പറയും. കർത്താവേ, എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, എനിക്ക് സമയമില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ തിരക്കിലാണ്, എനിക്ക് ഇതിനൊന്നും സമയമില്ല, ഒക്കെ നമ്മൾ പറയും. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം കർത്താവിന് അറിയാം. നമ്മൾ ഇങ്ങനെ എക്സ്ക്യൂസസ് എടുക്കുന്ന ആൾക്കാരാണെന്ന് കർത്താവ് നല്ലോണം അറിയാം. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, കർത്താവിന് ഈ ഭൂമിയിൽ കർത്താവിന്റെ പ്രവൃത്തി ചെയ്തെടുക്കണമെങ്കിൽ നമ്മളില്ലാണ്ട് കർത്താവിന് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. We should be available to God. നമ്മൾ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളവരെ കർത്താവ് ശക്തമായ ദിവസങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ മാസത്തിന്റെ ആദ്യത്തെ മീറ്റിംഗിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഹല്ലേലൂയ. 2024 തീരാൻ പോവുകയാണ്. How many of you believe that? ഹല്ലേലൂയ. ഈ വരുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചിലത് ചെയ്തെടുക്കുമെന്ന്. ഹല്ലേലൂയ. നമ്മളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇതുവരെ നടക്കാത്ത വാഗ്ദത്തങ്ങൾ കർത്താവ് നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ ശാഠ്യം, കോപം, ഹല്ലേലൂയ, എന്താ പറയാ, നമ്മള് പലതരം ന്യായങ്ങൾ പറയുന്നതൊക്കെ കർത്താവിന് അറിയാം. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി, കർത്താവിലുള്ള ശക്തിയിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, ശിഷ്യന്മാര്, അപ്പോസ്തലന്മാർ, ഹല്ലേലൂയ, അവരെല്ലാം ആ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ഹല്ലേലൂയ, അഭിഷേകത്തിൽ നിന്ന് ആണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തത്. ഹല്ലേലൂയ. മോശയുടെ കാര്യം നമ്മൾ നോക്കുമ്പോ അറിയാം. ഹല്ലേലൂയ. എന്താ പറയാ, നമ്മളിപ്പോ വായിച്ചല്ലോ പുറപ്പാട് പുസ്തകം 4 അധ്യായത്തിന്റെ, ഹല്ലേലൂയ, 10 തൊട്ട് 12 വരെയുള്ള വാക്യം. മോശയോട്, കർത്താവെ, മുമ്പ് തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും, അപ്പം മുന്നേയും മോശ ഇത് പറഞ്ഞു, രണ്ടാമതും കർത്താവ് വീണ്ടും മോശയോട്
അടുത്ത് വരികയാണ് സെയിം റിക്വസ്റ്റും കൊണ്ട്. ഹല്ലേലൂയ. ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവനല്ല ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ വിക്കനാണെന്ന് പറഞ്ഞതല്ലേ, ഞാൻ തടിച്ച നാവുള്ളവനാണെന്ന് പറഞ്ഞതല്ലേ. അതിന് യഹോവ അവനോട് മനുഷ്യന് വായി കൊടുത്തത് ആര്? ഹല്ലേലൂയ. അല്ല ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവയായി ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക. ഹല്ലേലൂയ. കർത്താവ് എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മൾ പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെ ചെന്നാലും, നമ്മൾ ആരോട് സംസാരിച്ചാലും, നമ്മൾ ആരോട് സുവിശേഷം പറയാൻ പോയാലും ആ സമയത്ത് നമ്മൾ എന്താണ് പറയേണ്ടതെന്നുള്ളത് പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ നാവിൽ വെച്ച് തരും. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുന്നത്. ഹല്ലേലൂയ. നോ. അവിടെ വീണ്ടും മോശ വീണ്ടും എക്സ്ക്യൂസ് പറയുന്നുണ്ട്, കർത്താവ് നീ വേറെ ആരെങ്കിലും അയക്ക്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു, അവൻ അരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞ, ലേവ്യനായ അഹരോൻ കൂടി നിന്റെ സഹോദരൻ ഉണ്ടല്ലോ, അവൻ നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു, അവനും കൂടി നിന്നോട് കൂടെ പോരട്ടെ എന്ന് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ സ്വന്തം എബിലിറ്റി, നമ്മുടെ സ്വന്തം കഴിവ്, ഹല്ലേലൂയ, നോളജ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയണേ. പക്ഷെ കർത്താവ് നമ്മളിലൂടെ, കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു. ജീസസിന്, പിതാവിന് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ജീസസിലുണ്ട്. ജീസസിലുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ വന്നു. എപ്പോൾ ജീസസ്, നമ്മൾ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിൽ വന്നു. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ പലപ്പോഴും മറന്നാണ് പല കാര്യം, ഞാൻ ഉൾപ്പെടെ, ഞാനും മോശക്കാരിയൊന്നുമല്ല, ഞാനും പലപ്പോഴും പല കാര്യങ്ങളും എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് അവിടെ ഉള്ളിലിരുന്ന് വേദനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും നമ്മുടെ ബുദ്ധിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സ്വയം കഴിവുകളിലേക്ക്, നമ്മുടെ സ്വയം എബിലിറ്റികളിലേക്കാണ് നോക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു ഫുള്ളായിട്ട്, അതിന്റെ ഫുൾനെസ് Jesus has come inside us. Athararaba Shandare Rico Rabasandradaba. നമ്മൾ വചനം വായിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കഴുതയെ കൊണ്ട് കർത്താവ് സംസാരിപ്പിച്ചു എന്ന്. ആ കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റണ കർത്താവിനെ നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ചൂടെ? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മൗത്ത് പീസ് ആണ് ദൈവമക്കളെ. നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വായാണ്, ഞാൻ ദൈവത്തിന്റെ മൗത്ത് പീസ് ആണ്, എന്നിലൂടെ എന്റെ കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. കർത്താവ് സംസാരിച്ചപ്പോൾ എന്തൊക്കെ നടന്നോ അതൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴും നടക്കും എന്ന് നമ്മൾ സ്വയം പറയണം. ഹല്ലേലൂയ. The one who called you has put the word in your mouth. His spirit is on you and his word is in your mouth. Hallelujah. അതുകൊണ്ടാണ് കർത്താവിന്റെ തിരുവചനം നമ്മളോട് പറയുന്നത്, നമ്മുടെ നാവിൽ നിന്ന് കർത്താവിന്റെ വചനം, ഹല്ലേലൂയ, നീങ്ങി പോകരുത്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ വചനം വേണമെന്ന്. ഹല്ലേലൂയ. യെശയ്യാവ് 50:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മനോഹരമായ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനം 50:4. കുദാരക സന്ദരേ റിക്കോ റവസന്ദര റബാലബലവശന്ദരേ. 50:4 നമ്മൾ വായിക്കുമ്പോൾ, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യം വായിച്ചേ. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ഹല്ലേലൂയ. നമ്മുടെ അകക്കണ്ണുകളെ തുറക്കുക, നമ്മുടെ അകച്ചെവികളെ തുറക്കുക, കർത്താവിന്റെ ശബ്ദം കേൾക്കാനായിട്ട്. ലോകത്തിന്റെ ശബ്ദങ്ങളെ നമ്മൾ അടച്ചിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ കർത്താവിന്റെ ശബ്ദം കേൾക്കും. We will hear the word of God. We will hear the voice of God. Hallelujah. Rikalaba Shandaraba Riko Rasyandara. Because we are not from this world. നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല.
We are from above. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, നമ്മൾ സ്വർഗീയരാണ്. We are the citizens of heaven. നമ്മൾ ഹല്ലേലൂയ സ്വർഗത്തിലെ സിറ്റിസൺഷിപ്പ് ഉള്ള പൗരന്മാരാണ്. ഹല്ലേലൂയ. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളെ ലോകത്തെ വെറുക്കാൻ തുടങ്ങും, നമ്മൾ സാത്താനെ വെറുക്കാൻ തുടങ്ങും, ലോകക്കാർ സ്നേഹിക്കുന്നവരെ നമ്മൾ വെറുക്കാൻ തുടങ്ങും. കുദാരക സന്ദരബ ശന്തരേ. എന്നാൽ അപ്പോൾ മുതൽ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങും ദൈവമക്കളെ. ഹല്ലേലൂയ. ഓ റിഖാറാബ. അതിന്റെ 51:16 കൂടെ വായിച്ചിട്ട് ഞാൻ കർത്താവിന്റെ ദാസന് കൊടുക്കാം. ഓ റിഖാറാബ 51 യെശയ്യാ പ്രവചനം 59 ഹല്ലേലൂയ. 51:16 ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനമെന്നും പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എൻ്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓ റിഖാറാബ സ്യാന്തര. പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ അറിയാം, അവർക്ക് കൽപ്പലകളിലാണ് നിയമങ്ങൾ എഴുതി കൊടുത്തത്. ഹല്ലേലൂയ. പുതിയ ന്യൂ കവറിൽ നമ്മൾ നോക്കുമ്പോൾ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ വശങ്ങളാൽ നമ്മളെ നിറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. Holy Spirit is hallelujah dwelling in us. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. So hallelujah, നമ്മൾ ദൈവത്തിന്റെ we are the temple of God, we are the ark of God, we are the udhalaga sandarabara shandaraba Jesus. Hallelujah. Rika bara sandaraba. Oh rika bara bara shandara riko rasya. കർത്താവേ, എല്ലാ ദൈവത്തിന്റെ ടെമ്പിൾ മന്ദിരങ്ങൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഊടാലാബ ഷീഖാറാബ. കർത്താവേ, അവരുടെ എല്ലാ ഒഴിവുകളും എക്സ്ക്യൂസസും മാറ്റി എന്നിലൂടെ ദൈവം പ്രവർത്തിക്കാൻ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് അതിനായിട്ട് സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓറിക്കറബസോ. കർത്താവ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത്, never magnify your weakness. നമ്മുടെ വീക്ക്നെസ്സസ്, നമ്മുടെ കുറവുകള് പെരുപ്പിച്ച് കാണിക്കരുത് നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ വളരെ താഴ്മ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ സന്നിധി കർത്താവ് അത് വെറുക്കുന്നു. ഹല്ലേലൂയ. റിഖാറാബ സന്ദരബ. നമ്മുടെ ഇന്നർ മാൻ, നമുക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നു, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ന്യൂ കവനന്റ് സൺസ് ഓഫ് ഗോഡിന് കിട്ടിയതെന്നുള്ളത് നമ്മൾ ധ്യാനിക്കുക. ഹൂഡാല ഷഖറബ റീതാരലബ റികോ രാസ്യാന്തരബ. നമ്മുടെ വലിയൊരു ഹല്ലേലൂയ പാക്കേജ് ആണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് മക്കളെ. പലപ്പോഴും നമ്മളതൊന്നും ഓർക്കാതാണ് നമ്മൾ ലോകക്കാരെ കൂടി നമ്മൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ പേരെന്നാ വിശ്വാസികളാ, പക്ഷെ നമുക്ക് വിശ്വാസമില്ല. കർത്താവ് എന്താണ് നമ്മുടെ ഉള്ളിൽ തന്ന ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ ഊടാല ഷഖറബ. നമ്മുടെ സ്വന്തം കഴിവുണ്ട്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ ശ്രമിക്കുന്നത്, അവിടെ ഒന്നും കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ ഒരു വെസലായിട്ട് കർത്താവിന്റെ കയ്യിൽ, ഡാഡി ഐ ആം അവൈലബിൾ, എന്നെ ഉപയോഗിച്ചാട്ട്, ഞാൻ എന്താണെന്നുള്ളത് അങ്ങാണ്. നമ്മളിപ്പോ വചനത്തിൽ വായിച്ചു, കർത്താവാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ഓറിഖാറാബസന്ദരലബ. നമ്മുടെ ഡാഡി സ്വർഗത്തിലെ കർത്താവാണ്. ഹല്ലേലൂയ. We are born out of the Holy Spirit. പരിശുദ്ധാത്മാവാണ് നമ്മൾ ജനിക്കപ്പെട്ടത്. ഹാദാരലബ ശന്ദരലബ റികോ രാസ്യാന്തരബ ശന്ദരലബേ. ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ അത്രേ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, God is going to do mighty things through us. Hallelujah. Oh rikarabasyander. നമുക്ക് പറയാം, I am made strong out of weakness. Hallelujah. My strength is made perfect in my weaknesses. Hallelujah. ഓ റീകാരബ. ആർക്കും എന്നെ തടയുവാൻ കഴിയത്തില്ല. ദൈവപ്രവൃത്തി എന്നിൽ നടക്കുവാൻ ആർക്കും എന്നെ തടയുവാൻ കഴിയത്തില്ല. ആർക്കും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. ഓ റീകാരബ. Because the one who has called me has chosen me for his kingdom. Hallelujah. റീകാരബ സ്യാന്തരബ. കർത്താവേ, എല്ലാവരെയും വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. അടിയനെ ഉൾപ്പെടെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ. I have also said many excuses. Hallelujah.
ഓ റീകാ ബാബ forgive me daddy ഹാലബ ശാന്തരബ അങ്ങേയ്ക്കായി മോളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്ന ശുശ്രൂഷി കടന്നു വന്ന എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഓ റീകാലബ ശാന്തരബ ഓ റീകാ ബാബ യെരമ്യാവിനെ പോലെ മോശയെ പോലെ വിളിച്ചപ്പോൾ മാറി നിന്ന് എക്സ്ക്യൂസസ് പറഞ്ഞവരെ പോലെ അല്ല കർത്താവേ. വിളിച്ചപ്പോൾ യോശുവയെ പോലെ ഇറങ്ങി കനാനിൽ കയറിയ യോശുവയെ പോലെ ഞങ്ങളായി തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഈശ്വരനെടുത്താട്ടെ. അടുത്ത ശുശ്രൂഷയ്ക്ക് ദേവദാസനെ ശക്തമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ച് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാസ്റ്ററിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവനദാസൻ നമ്മുടെ ഈ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. ഇന്നും കർത്താവനദാസൻ നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. വെൽക്കം ടു ദിസ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ഗൂഗിൾ